നാളെ നരകത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങളെയാ. അള്ളാന്റെ നരകത്തെ കത്തിക്കാളുന്ന നരകത്തെ പേടിയുള്ള പെൺകുട്ടികൾ ചോദിച്ചു പോയി. അന്നത്തെ പെണ്ണുങ്ങൾ ചോദിച്ചു, നബിയെ, അള്ളാന്റെ കത്തിക്കാണുന്ന നരകത്തിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് രക്ഷപ്പെടാൻ, ആ നരകത്തിൽ പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു പോംവഴി പറയൂ നബിയെ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് റസൂലുള്ള പറഞ്ഞതാണ്, കാസർഗോഡ് പെങ്ങളെ, ഞാൻ പറഞ്ഞതല്ല, തസദ്ദഖ്നാ വലൗ മിൻ ഹുലീകിനാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്തോ, വലൗ മിൻ ഹുലീകിനാ, അത് നിങ്ങളുടെ കാതിൽ കിടക്കുന്ന ആഭരണങ്ങളാണെങ്കിൽ ശരി, ആ കാതിൽ കിടക്കുന്ന അലിക്കത്ത് തന്ന സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു വിട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ തലപ്പാവൂരി കൊടുത്തിട്ട് കുറെ കഴിയുമ്പോ ആ ബിലാൽ റളിയല്ലാഹു അൻഹു തലപ്പാവുമായി കടന്നു വരുമ്പോ അള്ളാന്റെ റസൂല് നോക്കുമ്പോ റസൂലുള്ളാഹിയുടെ വെളുത്ത തലപ്പാവില് രക്തം ഇങ്ങനെ തളം കെട്ടി വീടുന്നു. ആ തലപ്പാവടിച്ചു നോക്കുമ്പോ അതിന് ധാരാളം കമ്മലുകളുണ്ട്. ആ കമ്മലുകളിൽ പച്ചമാംസം പറ്റിപ്പിടിച്ച് കിടക്കുകയാ, രക്തത്തുള്ളികൾ താഴോട്ടൊടുക്കുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, പെണ്ണുങ്ങളെ ഇതെന്താന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ കത്തിക്കാളുന്ന നരകത്തെ പേടിച്ച ആ കാലഘട്ടത്തിലെ സഹാബിയത്തുകളായ വനിതകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അള്ളാന്റെ ദീനിന് വേണ്ടി അങ്ങ് ചോദിക്കുമ്പോ അത് തരാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുമ്പോ കേട്ടുകൊള്ളുക സഹോദരങ്ങള്, 1.5 ഗ്രാം സ്വർണത്തിന് വേണ്ടി 1.5 വയസ്സുകാരിയെ കഴുത്ത് ഞെരിച്ചിട്ട് മരപ്പത്തിൽ വെക്കുന്ന ആധുനിക സമൂഹത്തിന് ഇത് മനസ്സിലാവില്ല. 1 ഗ്രാം സ്വർണത്തിന് വേണ്ടി ഭാര്യ പോലും കൊന്നൊടുക്കുന്ന നരാധവന്മാർക്ക് മനസ്സിലാവില്ല. ആ പെണ്ണുങ്ങൾ പറഞ്ഞു, അള്ളാന്റെ റസൂല്, അങ്ങ് ദീനിന് വേണ്ടി ഞങ്ങളുടെ സ്വർണ്ണാഭരണം ചോദിച്ചിട്ട് അത് തരാൻ വേണ്ടി കാതിൽ വെച്ച് കമ്മലിന്റെ പിരി ഇങ്ങനെ ഊരി എടുക്കുമ്പോ ആ ഊരിയെടുക്കുന്നതിന്റെ ഇടയിലെങ്ങാനും അസറായിൽ വന്ന് ഞങ്ങളുടെ റൂഹ് പിടിച്ചാ അത് തരാൻ പറ്റാതെ ഞങ്ങൾ മരിച്ചു പോവില്ല നബിയെ. അതുകൊണ്ട് അസറായിൽ വരുമോ എന്ന് പേടിച്ചിട്ട് കാതിൽ കിടന്ന സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾ വലിച്ചു പറിച്ചെടുത്തപ്പോ അതിന് പച്ചമാംസം പറ്റിപ്പിടിച്ചതാണെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് പെങ്ങളെ നിന്നെ പോലെയുള്ള സഹോദരിമാര് പറയുമ്പോ അള്ളാന്റെ സ്വർഗത്തിൽ കിട്ടുന്ന 2 പ്രതിഫലം പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് കാസർഗോഡ് പെങ്ങളെ ഊരിയെടുക്കുക. കാതിലെ കമ്മൽ ഊരിയെടുത്ത് കയ്യിൽ കിടക്കുന്ന മോതിരം ഊരിയെടുത്തിട്ട്, ഉസ്താദേ എനിക്ക് വേണ്ടി എന്റെ പൊന്നുമക്കൾക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് അഹമ്മദ് കബീർ ബാക്കവി നാളെ തിരുവനന്തപുരത്ത് വാഴു പറഞ്ഞ നാളെ കഴിഞ്ഞ് പെരുമ്പാവൂർ പ്രഭാഷണം നടത്തുമ്പോ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച രാത്രി തിരുവനന്തപുരത്ത് വീണ്ടും പ്രസംഗിക്കുമ്പോ കാസർഗോഡ് നിങ്ങൾ ഉറക്കത്തിലാണെങ്കിലും അല്ലാഹുവേ ഈ കയ്യിൽ സ്വർണ്ണാഭരണം എന്ന സഹോദരിമാർ 6666 രൂപ സദഖ ചെയ്ത സഹോദരങ്ങൾ മൗവലിൽ ഞാൻ വരുമ്പോ അറബി പള്ളിയിൽ വരുമ്പോ എത്രയോ സഹോദരങ്ങൾ പറഞ്ഞു, അല്ലാഹു കബൂലാക്കട്ടെ. ഒരു ദുആ കേട്ടില്ലേ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ വാളണ്ടിയേഴ്സ് അവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പെങ്ങള് ഒരു പെണ്ണിന്റെ സംഭാവനയാണ്. നമുക്കൊരു പൊന്നുമക്കൾ വേണ്ടേ, നമുക്കൊരു പൊന്നുമക്കൾ വേണ്ടേ. എൻ്റെ കൂട്ടുകാരനാണ് പറഞ്ഞത്, ഒരു ആലിമായ മനുഷ്യന്റെ ഭാര്യ മരിച്ചു, 32 വയസ്സുള്ള പാവപ്പെട്ട പെങ്ങൾ മരിച്ചു, 12 വയസ്സുള്ള മോനെ ഹാഫിളാവാൻ പോയി, 12 വയസ്സുള്ള മോനെ ഹാഫിളാവാൻ പോയി. ആ ഉമ്മ മരിച്ചു കിടക്കുമ്പോ 100 കണക്കിന് ആലിമീങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വന്നു. പെങ്ങളെ ഒരു സാധാരണക്കാരന്റെ, ഒരു സാധാരണ പെണ്ണിന്റെ, ഒരു ആലിമിന്റെ ഭാര്യയായപ്പോ കിട്ടിയ പ്രതിഫലമെന്താ? 1000 കണക്കിന് ആലിമീങ്ങൾ മയ്യത്ത് നിസ്കരിച്ചു. ആ മയ്യത്ത് നിസ്കാരത്തിന് ഞാനുണ്ട്, എൻ്റെ ബഹുമാനനായ സുഹൃത്ത്, നാളെ ഇവിടെ പ്രഭാഷണം നടത്തുന്ന ബഹുമാനനായ നൗഷാദ് ബാക്കവിയുണ്ട്. സഹോദരങ്ങളെ, മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. ആ പെങ്ങളെ കബറിൽ കൊണ്ടുപോയി മണ്ണിട്ട് മൂടി. എല്ലാവരും ദുആ ചെയ്ത് തിരിച്ചു വരുമ്പോ
12 വയസ്സുള്ള ഹാഫിളായ പൊന്നുമോന് അതാ ഖബറിന്റെ അടുക്കൽ നിന്ന് പൊട്ടിക്കരയുന്നു. എല്ലാവരും പിരിഞ്ഞു പോയിട്ടും അവൻ പോയില്ല. ഇത് ഞാൻ എന്തിനാ പറയുന്നതെന്നറിയോ? ഒരു പൈസ പിരിവിന് വേണ്ടിയല്ല. വിനീതനായ അഹമ്മദ് കബീർ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ ഹാഫിളീങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ പാവപ്പെട്ടവൻ വന്നു പോയതിന്റെ അടയാളം അതല്ലയോ? 12 വയസ്സുള്ള ഹാഫിളായ മോന് അവൻ പള്ളിക്കകത്തേക്ക് കയറി ഖുർആൻ എടുത്തിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓതാൻ തുടങ്ങി. ഞങ്ങളിത് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാ. അവന്റെ മാനസിക നില തകരാറിലായോ? 25 മിനിറ്റ് കഴിഞ്ഞപ്പോ പൊന്നുമോൻ ഇറങ്ങി. അവൻ നേരെ ഉമ്മാനെ മണ്ണിട്ട് മൂടിയ ഖബറിന്റെ മുമ്പിലെത്തിയിട്ട് അവൻ കൈയെത്തിയിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുമ്പോ ഓടി ചെന്നിട്ട് ഞാനാണ് ആ മോനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ എന്ത് പറ്റിപ്പോയി ഇങ്ങനെ നീ കരയുന്നരണ്ടാ? ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞ വാക്ക്, കബീർ ഉസ്താദേ, നിങ്ങളുടെ വയല് കേട്ടിട്ടല്ലേ, നിങ്ങളുടെ വയല് കേട്ടിട്ടല്ലേ നിങ്ങൾ 2 വർഷം മുമ്പ് ഇവിടെ വെച്ച് വയല് പറയുമ്പോ ആ സമയത്ത് എൻ്റെ ഉമ്മാന്റെ കയ്യിൽ കിടന്ന ആഭരണം ഊരി തന്നിട്ട് എൻ്റെ മകൻ ഹാഫിളാവാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ? നിങ്ങളുടെ വയല് കേട്ടിട്ടാണ് എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ ഹാഫിളാക്കാൻ വിട്ടത്. 2 വർഷം കൊണ്ട് മിനിങ്ങാണ് ഞാൻ ഖുർആൻ മുഴുവൻ ഹാഫിളായി. പക്ഷേ ഞാൻ ഹാഫിളായിട്ട് ഓടി വന്നപ്പോ എൻ്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, പൊന്നുമോനെ നീ നാളെ എൻ്റെ സ്വർഗത്തിലെ കിരീടമാണല്ലോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. 2 ദിവസമേ എൻ്റെ ഉമ്മ എൻ്റെ കൂടെയുള്ളൂ. ഇന്ന് എൻ്റെ ഉമ്മ ഈ ഖബറിന്റെ ഉള്ളിലാണ്. ഉസ്താദേ, എല്ലാരും മറന്നാലും എൻ്റെ ഉമ്മയെ മറക്കാൻ കഴിയോ? ഞാൻ പള്ളിക്കകത്ത് കയറി ഒരു ജുസു ഖുർആൻ ഓതി. ആ ഖുർആൻ എൻ്റെ ഉമ്മാന്റെ ഖബറിടത്തിലേക്ക് ഹദിയ ചെയ്യാമെന്നടാ. എല്ലാരും മരിച്ചിട്ട് പോയപ്പോഴും മരിക്കാറ് ഉമ്മയ്ക്ക് വേണ്ടി ഒരു ജുസു ഖുർആൻ ഓതി ഹദിയ ചെയ്ത പൊന്നുമോനെ കിട്ടിയില്ലേ? ഒരു ഹാഫിളായ മോനെ കിട്ടിയ ആ ഉമ്മയ്ക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അവസാനിക്കുന്നില്ല. ഒരു പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ തയ്യാറായാൽ സഹോദരങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ദുനിയാവിൽ മാത്രമല്ല അള്ളാഹു നാളെ സ്വർഗത്തിലും പ്രതിഫലം നൽകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവിൽ മാത്രമല്ല, ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിൽ നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആഖിറത്തിലെ പ്രതിഫലം പറഞ്ഞു തരട്ടെ. ത്തിലെ പ്രതിഫലം നൽകട്ടെ. പറയട്ടെ, ദുനിയാവിൽ കിട്ടുന്ന പ്രതിഫലം ഏതാ? 1, അള്ളാഹ് നമ്മളെ ദുഃഖിപ്പിക്കൂല. 2, സാലിഹത്തായ ഭാര്യയെ കിട്ടും. 3, നമ്മുടെ വീട്ടിൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ കാവലുണ്ടാകും. 4, എൻ്റെ പൊന്നുമക്കളെ, ഇവിടത്തെ ദുഃഖമല്ല ദുഃഖം. ഏറ്റവും വലിയ ദുഃഖവേദ, ഏറ്റവും വലിയ ദുഃഖവേദ, ഏറ്റവും വലിയ ദുഃഖവേദ ആഖിറത്തിലെ ദുഃഖം. ഇവിടത്തെ ദുഃഖം അല്ല, അത്ര വലിയ ദുഃഖമല്ല. ഇവിടത്തെ ദുഃഖം അത്ര വലിയ ദുഃഖമല്ല. ചെർക്കള പഞ്ചായത്തിലൊരു പെൺകുട്ടിയുണ്ട്. ആരാ പെൺകുട്ടി എന്നറിയോ? അവളുടെ പേര് ഹരിത എസ്പനോവ എന്നാണ്. പേര് തന്നെ വൈചിത്ര്യമാണ്. ചെർക്കള പഞ്ചായത്തിലെ മുഹമ്മദൻ UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അവൾക്ക് രാവിലെ സ്കൂളിലോട്ട് പോകുമ്പോൾ അവളുടെ അച്ഛനും അമ്മയും മിഠായി മേടിക്കാൻ പൈസ കൊടുക്കും. മാമന്മാരൊക്കെ ആഘോഷത്തിന് വരുമ്പോൾ കളിപ്പാട്ടം മേടിക്കാൻ പൈസ കൊടുക്കും. ആ പൈസ അവൾ കൊണ്ടുപോയി ഒരു ചെറിയ ഭരണിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് സ്കൂൾ ആനുവൽ വെക്കേഷൻ അടയ്ക്കാൻ സമയമായപ്പോൾ ആ പൈസ മുഴുവനും അവൾ കുടുക്ക പൊട്ടിച്ചു. എന്തെന്നാ അവനെ കുടുക്കല്ലേ? കുടുക്ക പൊട്ടിച്ച് എണ്ണി നോക്കിയപ്പോൾ 223 രൂപ 35 പൈസ ഉണ്ടായിരുന്നു. കാസർഗോഡ് ജീവിച്ചിരുന്ന പെണ്ണാണ് അവർ, ഇപ്പോഴും ഉണ്ട്. ആ കുടുക്ക പൊട്ടിച്ച പൈസ നേരെ അവളുടെ ക്ലാസ് ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കാസർഗോഡ് തളങ്കര പഞ്ചായത്തിൽ എൻഡോസൾഫാൻ ദുരന്തബാധിതയായി വളർച്ചയെത്തിയിട്ടും വിസർജിക്കാൻ കഴിയാതെ മൂത്രാശയം വെളിയിലോട്ട് തള്ളി വല്ലാതെ കഷ്ടപ്പെടുന്ന സുമയ്യ എന്ന് പറയുന്ന എൻ്റെ അതേ വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ സ്കൂൾ ടീച്ചറിനെ ഏൽപ്പിച്ചു, ക്ലാസ് ടീച്ചറിന്. ആ പൊന്നുമോൾ മിഠായി മേടിക്കാൻ അച്ഛനും അമ്മയും കൊടുത്ത പൈസ, ആരൊക്കെയോ കൊടുത്ത പൈസ, അത് മുഴുവനും പെറുക്കിയെടുത്ത് കുടുക്കയിലിട്ട് 1 വർഷമായപ്പോൾ 222 രൂപ 35 പൈസ ഉണ്ടായിരുന്നു. ഈ സുമയ്യാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവൾ കൊടുത്തു. അത് ക്ലാസ്സിൽ വലിയ ചർച്ചയായി. പിറ്റേ വർഷം
അവളുടെ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവനും അവരുടെ അച്ഛനും അമ്മയും മിഠായി കൊടുക്കാൻ വേണ്ടി പൈസ മുഴുവനും സൂക്ഷിച്ചു വെച്ചു. ഒരു വർഷമായപ്പോൾ അത് എണ്ണി നോക്കിയപ്പോൾ ഏതാണ്ട് 3000-ലധികം രൂപയുണ്ടായിരുന്നു. ആ പൈസ രണ്ടാമത്തെ വർഷം വീണ്ടും എൻഡോസൾഫാൻ ദുരന്തബാധിതരായ പാവങ്ങൾക്ക് അവർ വിതരണം ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു ചെറിയ കാര്യം എന്നാൽ വലിയ കാര്യം ചെയ്ത ഈ ഹരിത എസ്പനോവ 2009 തോന്നുന്നു SSLC പരീക്ഷയിൽ ചോദ്യം വന്നു. ഈ ഹരിത എസ്പനോവയ്ക്ക് SSLC എഴുതുന്ന എല്ലാ കുട്ടികളും കത്തെഴുതുക. അവളെ അവർ ഇതേവരെ കണ്ടിട്ടില്ല, ഇതേവരെ ആരെന്നറിയില്ല. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെടുന്നവനോടും ആതുരനോടും ഒരു സ്നേഹമുണ്ടായപ്പോൾ അവൾ ലോകത്തിലെ ഏറ്റവും വലിയ മഹാനായി മാറി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഹരിത എസ്പനോവ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറി, ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. നമുക്കും കഴിയണം നന്മകൾ ചെയ്യാൻ. അത് ഈ ഭൂമിയിൽ മാത്രമല്ല. അള്ളാഹ് പറഞ്ഞു, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കീൻ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആ നന്മയുടെ പ്രതിഫലം അവൾ ലോകത്ത് ആദരിക്കപ്പെട്ടവളായി. നാളെ പരലോകത്തോ? ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമേടാ? ആ ദുഃഖം പരലോകത്തിന്റെ ദുഃഖമാണ്, ആഖിറത്തിന്റെ ദുഃഖമാണ്, പരലോകത്തിന്റെ ദുഃഖമാണ്. ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബറു വതതലക്കാഹുൽ മലായിക. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ലാ യഹ്സുനുഹുൽ ഫസഉൽ അക്ബറു, ഏറ്റവും വലിയ വേദന അവരെ തടയുകയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഫസഉൽ അക്ബർ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ വേദന എവിടെയാണെന്നറിയോ? അത് അല്ലാഹുവിന്റെ പരലോകത്തിലാ. ഒരു ചാൻ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോ, താടച്ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ അല്ലാഹ് പറയുന്നു, ആ സമയത്ത് ഞാൻ പരലോകത്തിന്റെ എല്ലാ കാഠിന്യതകളും ഒഴിവാക്കി കൊടുക്കും. അതാർക്കെന്നറിയോ? അതാർക്കെന്നറിയോ? ഇന്നമാ വയുതഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. മിസ്കീനായ പാവങ്ങൾക്കും അനാഥകൾക്കും ജയിലിൽ അടക്കപ്പെടുന്നവർക്കും സഹായം നൽകുന്ന ആളുകളുണ്ടല്ലോ. അല്ലാഹ് പറയുന്ന അവർക്ക് ആഖിറത്തിൽ കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഫവക്കാഹുല്ലാഹു ശർറ ദാലികൽ യൗമി വലക്കാഹും നദറതൻ വസുറൂറാ. നാളെ പരലോകത്തിന്റെ ഫവക്കാഹുല്ലാഹു ശർറ ദാലികൽ യൗമി, നാളെ പരലോകത്തിന്റെ ഏറ്റവും വലിയ വേദന, ഏറ്റവും വലിയ വേദന എങ്ങനെ സഹിക്കും സഹോദരങ്ങളെ? എങ്ങനെ അനുഭവിക്കും സഹോദരങ്ങളെ? ആ സമയത്ത് ഫവക്കാഹുല്ലാഹു ശർറ ദാലികൽ യൗമി, ആ ദിവസത്തെ ഏറ്റവും വലിയ ദുഃഖം അല്ലാഹു അവർക്ക് മാറ്റിക്കൊടുക്കുന്നവരാരെന്നറിയോ? അവര് പാവങ്ങളെ സഹായിച്ചവരാണ്, അവർ യതീമീങ്ങളെ സഹായിച്ചവരാണ്. നാളെ അടുത്ത കല്യാണത്തിന് മഹർ 2013 2 പെൺകുട്ടികളെ ഏറ്റെടുത്തവരുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. തീർച്ച ദുനിയാവിൽ നിങ്ങൾ ദുഃഖിക്കില്ല, ദുനിയാവിൽ നിങ്ങൾ ദുഃഖിക്കില്ല. അഹമ്മദ് കബീർ വിട പറയുന്നതിന് മുമ്പ് 10 സലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നതിന് മുമ്പ് സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു ദുനിയാവിൽ നിങ്ങളെ കട്ടപ്പെടുത്തില്ല. ഫവക്കാഹുല്ലാഹു ശർറ ദാലികൽ യൗമി, നാളെ പരലോകത്തും അല്ലാഹു നിങ്ങളെ കട്ടപ്പെടുത്തില്ല. നാളെ പരലോകത്ത് അല്ലാഹു ചില ആളുകളോട് പറയും, നിങ്ങൾ എൻ്റെ അരികിലോട്ട് കടന്നു വരിക.